അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. പ്രസത്തെ സഹോദരന്മാരെ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ദമ്മാജിമാരൊരു ഗ്രൂപ്പ് വിഷയത്തിൽ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കില്ലെങ്ങനത്തെ ഒരു ഗ്രൂപ്പ് പ്രത്യേകമായിട്ടും അതിരെ നേരെ ഉൾട്ട നിലപാടുള്ള ആൾമാരെ എത്തിക്കാറ്. ഒന്നാമത്തെ ഗ്രൂപ്പാവട്ടു അങ്ങനെ നിലപാട് വ്യക്തമാക്കാത്തങ്ങനത്തെ ഒരു ടീം എത്തിക്കറ്. ഞങ്ങളുടെ വിഷയത്തിലുള്ള നിലപാട് എന്തിനെ ചൊന്തു വ്യക്തമാക്കുക സാധ്യമില്ലാത്തങ്ങനത്തെ ഒരു ടീം എത്തിക്കറ്. അപ്പം ഇതാവട്ടു ആ വിഷയത്തിലൊരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വിഷയത്തിൽ പല നിങ്ങൾക്ക് ഭിന്നഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വിഷയത്തിൽ പല വിഷയത്തിലും ഭിന്നഭിപ്രായമുണ്ട്. ആയെങ്കിലും അങ്ങനെ സ്റ്റാൻഡറ് വ്യക്തമാക്കി കാട്ടുറാറ്. എപ്പോൾ ഒരു വ്യക്തി ഒരു സമുദായം അങ്ങനെ സ്റ്റാൻഡ് അങ്ങനെ നിലപാട് വ്യക്തമാക്കി കാട്ടുകയും തായെങ്കിൽ അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചൊന്തുല്ല മനസ്സിലാക്കാൻ സാധിക്കരുത്. അല്ലെങ്കിൽ ഒന്നാമത്തെ ടീം അങ്ങനല്ല, അങ്ങനെ ഒറിജിനൽ ആയിട്ടുള്ള നിലപാട് അങ്ങ് വ്യക്തമാക്കിയല്ലോ. ഉദാഹരണത്തിന് ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ മുബത്തദിയ, ഞങ്ങൾ ബാത്തില, ഞങ്ങൾ അഖീദത്ത് സമൂഹ, ഞങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉലമ ഒന്നും വ്യക്തമാക്കി ചൊല്ലാത്തങ്ങനത്തെ ഒരു ടീമേറ്റിക്കർ ഒന്നാമത്തേത്. ഇതാവട്ട് ഞങ്ങൾ മനസ്സിലാക്കണു. ഇങ്ങനെ വിഷയത്തിൽ മനസ്സിലാക്കലേക്ക് മുന്നോട്ട് ചില ഇസ്ലാമരെ ചില വിഷയം ഞങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഈ ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് തോന്നും. രണ്ട് മൂന്ന് വട്ടം റിപ്പീറ്റായി കേൾക്കുമ്പോൾ വ്യക്തമാവും. ഇങ്ങനെ വിഷയത്തിൽ ചൊല്ലേക്ക് മുന്നോളൂ ഇസ്ലാമറെ പ്രധാനമായിട്ടുള്ള 4 കായിദ ഇത്തിക്കർ നിങ്ങളെ മുന്നോട്ട് വെക്കുക ഇഷ്ടപ്പെട്ടത്. അത് മനസ്സിലാവണമെന്ന് 2-3 വട്ടം കേട്ടെങ്കിൽ ഇത്ത് റിപ്പീറ്റാക്കിയത് പിന്നെ ഇത്തിക്കർ ബാക്കി വിഷയം കേൾക്കണമായത് മനസ്സിലായില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ ആയില്ല എന്തായെങ്കിൽ റിപ്പീറ്റാക്കി കേൾക്കോറും. എന്താ ഇത്തിക്കർ നോക്കൂ. പ്രധാനമായിട്ടുള്ള 4 കായിദ 4 വിഷയത്തിൽ ഇത്തിക്കർ. 1 കാഫിർ ആക്കര വിഷയത്തിൽ, 2 തബ്ദീ ആക്കരെ മുബ്തദി ചൊല്ലുന്ന വിഷയത്തിൽ, ബിദഈ ചൊന്ന് ആരോപിക്കുന്ന വിഷയത്തിൽ, 3 ഫാസിഖാക്കര വിഷയത്തിൽ, 4 പാബി ചൊന്ന് ആരോപിക്കുന്ന വിഷയത്തിലും. ഒന്നാമത്തെ കാഫിറാക്കര വിഷയത്തിൽ ഇസ്ലാം നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പാട്ടിയത്. ഇത് വിശാലമായിട്ട് എടുക്കണായ ക്ലാസ് എത്തിക്കറ്. 4 കായിദം ഏകദേശം 4 ഗಂಟೆ എടുക്കണായ വിഷയം എത്തിക്കറ്. അയങ്ക ഷോർട്ടാക്കിയിട്ട് ഈ 4 കായിദలు ഒതുങ്ങിയിട്ട് എത്തിക്കറ് ചൊന്നോം തുല്യത്. എന്താ എത്തിക്കറ്? ഒന്നാമത്തേത് തക്ഫീറുൽ അഫ്ആലി ലാ യസ്തൽസിമു തക്ഫീറൽ അഅയാൻ ഇല്ലാ ബഅദ സുബൂതി ശുറൂതി വൻതിഫാഇൽ മവാനി. ഒരാളെ നിങ്ങൾ കുഫറിൻ്റെ പ്രവൃത്തി കണ്ടത് കൊണ്ടെത്തും അതിൽ നിങ്ങൾ ഒറ്റയടി കാഫിറെന്ന് ചൊല്ലണതാവില്ല. അങ്ങനെ ചൊല്ലണമെന്നായെങ്കിൽ ഷർത്ത് ഒത്തി പറഞ്ഞു, അതേപോലെ തടസ്ഥ മവാനി ഇല്ലാത്താവണം, അത് നീങ്ങിപ്പോണം. ഇത് വിശാലമായിട്ട് എക്സ്പ്ലെയിൻ ആക്കണ ചർച്ചാക്കണ വിഷയത്തിക്കണം. അങ്ങനെ സിമ്പിളായിട്ട് ഷോർട്ടാക്കി ചൊന്നുമല്ലേ എന്തൊക്കെ ചൊന്തു ഇനി ചില വിഷയം മനസ്സിലാക്കി വെക്കണമായതുണ്ടു ചൊന്തു മാത്രം. ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചർ ടൈം കിട്ടി എന്തായെങ്കിൽ അതിൻ്റെ വിശാലത മനസ്സിലാക്കാം. നോക്കൊരു രണ്ടാമത്തെ വിഷയം ഒരാളെ ബിദഈ ചൊന്തും മുബ്തദി ചൊന്തും ആരോപിക്കുന്ന വിഷയം. എന്താ ഇത്തിക്കർ ഇസ്ലാം പഠിപ്പാട്ടിയത്? അത് ഈ കായിദ മനസ്സിലാക്കണം. എന്താ ഇത്തിക്കർ? തബ്ദീ ഉൽ അഫ്ആലി ലാ യസ്തൽസിമു തബ്ദീ അൽ അഅയാൻ ഇല്ലാ ബഅദ സുബൂതി ശുറൂതി വൻതിഫാഇൽ മവാനി. അതേപോലെ ഒരാളെ മുബ്തദി ചൊല്ലണമെങ്കിൽ ഷർത്ത് ഒത്തു പറഞ്ഞു മവാനി ഇല്ലാത്താവണം, തടസ്ഥ ഇല്ലാത്താവണം. മൂന്നാമത്തേത് ഫാസിഖാക്കര വിഷയത്തിലും തഫ്സീഖുൽ അഫ്ആലി ലാ യസ്തൽസിമു തഫ്സീഖ് അൽ അഅയാൻ ഇല്ലാ ബഅദ സുബൂതി ശുറൂതി വൻതിഫാഇൽ മവാനി. ഷർത്ത് പറഞ്ഞു അതേപോലെ മവാനി തടസ്ഥ എന്നുണ്ട്, അത് നീങ്ങിപ്പോണം. നാലാമത്തെ ഒരാളെ പാബി ചൊന്ത് നിങ്ങൾ ആരോപിக்கிறேன்னு തായെങ്കിൽ അപ്പം എന്താ ഇത്തിക്കറ്? തഅസീമുൽ അഫ്ആലി ലാ യസ്തൽസിമു തഅസീമുൽ അഅയാൻ ഇല്ലാ ബഅദ സുബൂതി ശുറൂതി വൻതിഫാഇൽ മവാനി. ഈ 4 കായിദ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം സഹോദരന്മാരെ. ഒരുത്തരെ കാഫിർ ചൊന്തിങ്ങനെ ചൊന്നെന്തായെങ്കിൽ തീന്ത് ചൊന്ത് വിചാരിക്കണ്ട. അങ്ങനെ കാഫിർ ചൊല്ലണമെങ്കിൽ ഷർത്ത് പാലിക്കണം. ഇസ്ലാം പഠിപ്പാട്ടിയത ഷർത്ത് ഒത്തു പറഞ്ഞു സഹോദരന്മാരെ. അതേപോലെ തടസ്ഥ ഇല്ലാത്താവണം. എന്തൊരു തടസ്ഥ? ഇത് ഇസ്ലാം വെച്ച് തടസ്ഥം വിശാലമായിട്ട് ചർച്ച എത്തിക്കുന്നത്. ബിദഈ ചൊന്ത് ആരോപിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ നാവ് കൊണ്ട് ബിദഈ ചൊന്ന് നടക്കല. ഒരു പ്രവൃത്തി കണ്ട സാധക്ക് ബിദഈ ചൊന്ത് ആരോപിക്കുന്ന നടക്കല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടേ ഇല്ലാത്താവും. അങ്ങനെ എത്തിക്കറ് പല ഇത് ഈ വിഷയം ചൊന്നുപോലെ ഈ ടീമിൻ്റെ വിഷയം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 4 വിഷയത്തെ നിങ്ങൾ മനസ്സിലാക്കാം. കാഫിറാക്കരുത്, മുബ്തദി ചൊന്ത് തബ്ദീ ആക്കരുതും, അതേപോലെ ഫാസിക്ക് ചൊല്ലതും, അതേപോലെ തഅസീം ഇസ്മർ ആരോപിക്കരുതും, തഅസീം ചൊന്തും ചൊല്ലതും. അങ്ങനെ എന്തായെങ്കിൽ നോക്കൊരു സഹോദരന്മാരെ, എന്താ ഇത്തിക്കർ ഇതിൽ നിന്നുള്ള അപകടം? ഒരാളെ നിങ്ങൾ കാഫിർ ചൊന്തിങ്ങനെ ഫത്വ കൊടുത്തെന്തായെങ്കിൽ അതിൽ നിന്നുണ്ടാവും അപകടം എന്ന് നോക്കാം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അതിൽ ചെറിയ റിസാലത്തുൽ നവാഖിദുൽ ഇസ്ലാം അതിൽ ചൊല്ലി കാണാം. മല്ലം യുകഫിറിൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ. ഒരു മുശ്രിക്കിനെ മുശ്രിക്ക് ഇത് കണ്ടില്ല എന്തായെങ്കിൽ
ഒരു മുശ്രിക്കൈത്ത് കണ്ടില്ല ಅಂತಾയെങ്കിൽ അയാളെ ഷിർക്കിൽ നിങ്ങൾ ശക്ക് വെച്ചെന്തായെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നെന്തായെങ്കിൽ ഷിർക്ക് വ്യക്ത ಐತಿಕ್ರ ആ ഷിർക്കിൽ നിങ്ങൾ ഡൗട്ട് വെച്ചെന്തായെങ്കിൽ ഒന്നോ അയാളെ മുശ്രിക്കൈത്ത് കണ്ടില്ല ಅಂತಾയെങ്കിൽ ഷിർക്കിൽ ഡൗട്ട് വെച്ചെന്തായെങ്കിൽ അതേപോലെ അയാളെ മദ്ഹബരെ സമാചൊന്തും അയാളെ വിശ്വാസത്തെ കറക്റ്റ് ചൊന്തും നിങ്ങൾ അംഗീകരിച്ചെന്തായെങ്കിൽ കാഫിറായ അങ്ങനെ ಅಂತಾയെങ്കിൽ നിങ്ങൾ ഒരാളെ കാഫിർ ചൊന്തും മുബ്തദി ചൊന്തും ഫത്വ കൊടുത്തെന്തായെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന എഫക്റ്റ് നോക്കൂ. ഇപ്പം നിങ്ങൾ ഈ ഗ്രൂപ്പിനെ മനസ്സിലാക്കുക പ്രത്യേകമായിട്ടുള്ള വിഷയത്തിക്ക് അരിപ്പാട്ടരുത് നിലപാട് വ്യക്തമാക്കി നിങ്ങൾ മനസ്സിലാക്കണം. അഹ്ലുസുന്നത്ത് ഓടൈത്തിക്കറ് ദമ്മാജീസം ഓടാൻ ചൊന്തുള്ളത് വ്യക്തമായിട്ട് അറിയണം. നോക്കൂ, ഒരാളെ നിങ്ങൾ കാഫിർ ചൊന്നേ സാത്തുക്ക് ആ വ്യക്തിയെ ഞങ്ങളൊട്ടികൊല്ല എല്ലാവരും കാഫിറായിട്ട് കാണണം. ನಾನು ಒರಾಲೆ ಕಾಫಿರಂತೂ ಹುಕುಮು ಕೊಡ್ತೇಂತಾಯಂಗೆ ಅಲ್ಲೇಂ ಬಿದೈ ಜಂತು ಆರೋಪಿಸೇಂತಾಯಂಗೆ ನಂದೊಟ್ಟಿಗೊಲ್ಲ ಎಲ್ಲರೂ ಕಾಫಿರೈತು ಬಿದೈತು ಕಾಣೋನು. അങ്ങനെ നണ്ടൊട്ടിക്കുള്ള ആൾമാർ ആരെങ്കിലും കാഫിറൈത്ത് ബിദഈത്ത് കാണ്ടില്ല ಅಂತಾയെങ്കിൽ ഇങ്ങനെ നിലപാട് പ്രകാരം ഇങ്ങനെ മനസ്സിലാക്കിയതുപോലെ നോക്കൂ എത്ര അപകടം ചൊന്തുള്ളത്. എന്താ ഒരു ചൊന്നെങ്കിൽ ഇയാൾ കാഫിറൈത്ത് ഇനി ഇയാൾ കാഫിറൈത്ത് കാണാത്ത കൊണ്ട് ഇയാൾ കാഫിർ ಅಂತಾയെങ്കിൽ കാഫിറൈത്ത് കാണാത്ത കൊണ്ട് ഇയാളെ നാണ് കാഫിറൈത്ത് കണ്ടില്ല ಅಂತಾയെങ്കിൽ കാഫിറായെന്നാണ് എത്തിക്കറിട്ടൻ. നഊദുബില്ലാ, അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് കാഫിർ അല്ലാത്തങ്ങനെ കാഫിറാക്കരുത്, അപകടം എത്തിക്കരുത്. മുബ്തദി അല്ലാത്ത ആൾമാരെ ബിദഈ ചൊന്ത് ആരോപിക്കരുത്, അപകടം എത്തിക്കരുത്. നങ്ങനെ ബാരങ്ങളൊന്നും നോക്കണം ചൊന്തില്ല, സ്വന്ത കുടുംബത്തെ നോക്കാം. കു അൻഫുസക്കും അഹ്ലിക്കും നാറ, അതല്ലേ അള്ളാഹു ഖുർആൻ പഠിപ്പാടിയത്. അങ്ങനെ ಅಂತಾയെങ്കിൽ സ്വന്ത നഫ്സുരും ഞങ്ങളെ കുടുംബത്തും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നാണ് ഒരാളെ ബിദഈ ചൊന്നെന്തായെങ്കിൽ നൻ്റെ അബ്ബ ഉമ്മം അയലെ ബിദഈത്ത് കാണണം. കണ്ടില്ല ಅಂತಾയെങ്കിൽ നൻ്റെ വാദപ്രകാര നൻ്റെ അബ്ബ ഉമ്മ ബിദഈത്തിക്കറും. അങ്ങനെ നാണ് നൻ്റെ അബ്ബ ഉമ്മരെ ബിദഈത്ത് കാണ്ടില്ല ಅಂತಾയെങ്കിൽ അപ്പം ബിദഈ ആയതാറിപ്പ സ്വന്തമായാൽ ഈ വ്യക്തി എത്തിക്കറും. ഒരു വ്യക്തി ഒരാളെ കാഫിറൈത്ത് കണ്ടെത്തി, ഏതെങ്കിലും ഒരു ദമ്മാജി ഒരു വ്യക്തിയെ കാഫിറി ചൊന്തും, കാഫിർ അല്ലാത്ത ആളെ കാഫിറൈത്ത് കണ്ടെത്തും. എന്നിട്ട് ഈ വ്യക്തിയുടെ അബ്ബ ഉമ്മ ആവട്ട് ആ വ്യക്തിയെ കാഫിറൈത്ത് കാണ്ടില്ല ಅಂತಾയെങ്കിൽ ഈ വ്യക്തി അവൻ്റെ അബ്ബ ഉമ്മരെ കാഫിറൈത്ത് കാണണം. അങ്ങനെ കാണ്ടില്ല ಅಂತಾയെങ്കിൽ ഓണും കാഫിറായ. അതുകൊണ്ട് കിറ്റ ആൾമാരെ കാഫിറാക്കേണ്ട സഹോദരന്മാരെ. അങ്ങനെ ഫഹ്മ് അങ്ങനെ മനസ്സിലാക്കി പോയെന്തായെങ്കിൽ ഉടകെത്തും. അതുകൊണ്ട് ജാഗ്രത ആക്കറു. ഇനി ഇത്തിക്കറ് ഈ ടീമിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായിട്ടും നമുക്ക് അറിയകില്ല അങ്ങനത്തെ വിഷയം എന്താ ഇത്തിക്കറ്. ഈ ടീമിൽ പ്രധാനമായിട്ടും നമുക്ക് അറിയകില്ലതായ നൗഷാദ് കുഞ്ചത്തൂർ. നമുക്ക് പിടിയുള്ള അങ്ങനത്തെ പേഴ്സണലായിട്ട് നമുക്ക് നല്ല ഗുരുത്തുള്ള അങ്ങനത്തെ വ്യക്തി എത്തിക്കറ് ഇയാൾ നല്ലൊരു സഹോദര എത്തിക്കറ്. പല വിഷയത്തിലും നല്ല ഒരു ബന്ധവെക്കരങ്ങനത്തെ ആളെ എത്തിക്കറിയല്ലോ. ആയെങ്ക ഇങ്ങനെ നിലപാടിലുള്ള ചില പ്രോബ്ലംസ് അതൈത്തിക്കറങ്ങ് മനസ്സിലാക്കില്ലേ. ഇങ്ങനെ നിന്ന് നക്ക് കൊസിയാവരങ്ങനത്തെ വലിയൊരു കൊസിയുടെ വിഷയം എന്താ വെച്ചെങ്കിൽ ഒന്നാമത്തെ ടീമിന് നേരെ ഉൾട്ടൈത്തിക്കറും. ഒന്നാമത്തെ ടീമാവട്ടു അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുക അങ്ങനെ കൊണ്ട് സാധ്യേയില്ല. അങ്ങനെ ഷേഖ് ഇത്രത്തോളം എൻ്റെ ക്വസ്റ്റ്യൻ കോറ് ഉത്തര പോലും തന്നില്ല, ഒരു നിലപാട് വ്യക്തമാക്കിയതേ ഇല്ല. അങ്ങനല്ല ഇങ്ങനെ കേട്ടി എന്തായെങ്കിൽ എന്തിനെ ചൊന്തുല്ല നോക്കറു. ഇനി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പിടിയാവും. നൗഷാദ് ബായ് കുഞ്ചത്തൂർ ഫജർ നിസ്കരിച്ചിട്ട് നാനും അയാളും പള്ളിയിൽ പുറത്ത് വന്ന അയാൾ തെച്ചിട്ടുണ്ടു. നാണ് അസ്സലാമു അലൈക്കും ചൊന്ന മുസാഫഹത്തും ആക്കിയ അയാൾ കൈ തന്നില്ല, അതേപോലെ സലാമും വിട്ടിട്ടില്ല, സലാം അടിക്കിട്ടില്ല. എൻ്റെ അപ്പോൾ നാ കേട്ട് എന്തുകൊണ്ട് എത്തിക്കറ് നീ ഇസ്ലാമിലില്ലേ കേട്ടെ. ആ ഇസ്ലാമിലുള്ള എന്ത് കേട്ടപ്പോൾ അയാൾ ചൊന്ന നീ ബിദഈ എത്തിക്കരാന്ത്. ഒരു വിഷയത്തിൽ കൊസിയുണ്ടു, ഒരു വിഷയത്തിൽ ബേജാർ എത്തിക്കറ്. ദീനരെ നിലപാടിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ പ്രോബ്ലംലായാറ് അയങ്ങ ഞങ്ങളുടെ വിഷയത്തിൽ ഇങ്കൊല്ല വിചാരാവട്ടെ അല്ലെങ്കിൽ ഇങ്കൊല്ല നിലപാടാവത്ത് വ്യക്തമാക്കിയാറ്. അതിൽ ഒരു വ്യക്തത തന്നുകൊണ്ട് കൊസിയുണ്ട്. അയങ്ക ഇസ്ലാമരെ എന്തുണ്ട്, ഇസ്ലാമരെ തത്വാദർശ അല്ലെങ്കിൽ ഇസ്ലാം ഹുക്കും കൊടുക്കുന്ന വിഷയത്തിൽ എന്ത് പാലിക്കൊണ്ട് ചൊന്ത് അത് പാലിക്കാത്ത വിട്ടാറ്. അതേ തിക്കർ ബേജറായത്. എന്തുകൊണ്ടത്ത് സലാം ഇടില്ല ചൊന്ത് കേട്ട സന്ദർഭത്തിൽ അയാൾ ചൊന്ത് നീ ബിദഈ എത്തിക്കരാന്ത്. എന്നിട്ട് പിന്നെ ഞാൻ അപ്പുറം പോയ അത് കേട്ടാൽ പിന്നെ ഞാൻ സീത പോയ വിളിച്ചതായാലും ഞാൻ വിശദീകരിച്ച് തണ്ടാന്ത്. ഞാൻ വിശദീകരണം വേണ്ടെന്ന് ചെയ്ത പോയ കാരണം എന്തിന് വിശദീകരണ തരണായത് ഹുക്കുമരെ മുന്നോളം എത്തിക്കറ്. ബിദഈ ചൊന്തു ആരോപിച്ചാൽ പിന്നല്ല ഹുക്കുമ തരണായത് വിശദീകരണം തരണായത്. വിശദീകരണം എപ്പാ ഒരു വിശദീകരണം കൊടുത്തു ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇന്ന് ബിദഅത്ത് എത്തിക്കറ്, ഇന്ന് ഖുർആൻ്റെ ആയത്തും ഹദീസിൽ വെച്ചത് ഈ ഷർത്തും ഈ തബദി ആക്കറതായ ഷർത്തും പാലിച്ചത് ഒത്തുബന്ത് മവാനി തടസ്സം എന്നുണ്ട് അതെല്ലാം നീങ്ങിപ്പോയപ്പ അപ്പം എത്തിക്കറ് ചൊല്ലുക അവരದು ബിദഈ ചൊന്തു അപ്പല്ലേ ആരോപിക്കോ സാധിക്കരെ.
ഇത് ഡയറക്റ്റായിട്ട് ബിദഈജൊന്ന് ആരോപിച്ചത് അതೈತಿಕರ ಅಪಗಡ ಐತುಲೆ ಸಹೋದರಮಾರೆ. ഇതൊരു സംഭവം ಐತಿಕರ മനസ്സിലാക്കില്ലത്. അത് പർസണലായിട്ട് നമുക്ക് ഗൊന്തുല്ല കൊണ്ട് ಐತಿಕರ ഇങ്ങനെ ഒരു നിലപാട് അറിഞ്ഞുകൊണ്ട് ಐತಿಕರ ഈ ഒരു സംഭവം ഞാൻ അറിയിച്ചത്. ഇതേ നിലപാടിൽ ಐತಿಕರ ഇപ്പോൾ ഇല്ല മല്ല ഗൊന്തില്ല. കാരണം ഇങ്ങനെ പല ചേഞ്ച് ആയും തിക്കരല്ല ഇങ്ങനെ വാദമല്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ വിഷയം എന്തെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം മുടബിദ്രലുള്ള പ്രോഗ്രാം ആക്കിയപ്പോൾ ಅದರ ಮುನ್ನೋಳು ಟೆಕ್ಸ್ಟ್ ಎಲ್ಲ ಬಂತು. ಎಂದರೆ ಟೆಕ್ಸ್ಟ್ ಅಂತು ಬಿದഈ ಕಕ್ಷಿಕ್ಮಾರ್ ಬನ್ನೋಲ್ಲಾರು ಚೊಂತ ನಂಗೆ ಇಲ್ಮು ಪಡಿಪಾಟಕ್ಕೆ ಬನ್ನೋಲ್ಲಾರು ಆ ರೈತಿಗೆ ಬನ್ನೋಲ್ಲದು 5 ಆಲ್ಮಾರ್ ರೈತಿಗೆ 2 ಸ್ಪೀಚ್ ಹಾಕಿയത് പ്രധാനമായിട്ടും. അപ്പോൾ ഈ 5 ആൽമേല ബിദഈ ചൊന്ത ആരോപിച്ചത് ഇതൊരു മുത്തലക്കനായിട്ടുള്ള പ്രയോഗം നിങ്ങൾ ചൊല്ലാൻ സാധ്യമില്ലല്ലേ. കാരണം 5 ആളല്ലേ, പ്രത്യേകമായിട്ടും 5 ആളാകുമ്പോൾ അവിടെ മുഅയ്യനൈത്തല്ലേ, തഈനൈത്തല്ലേ. അപ്പോൾ ഇത് പാടില്ലല്ലേ സഹോദരന്മാരെ. അതുമാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ നൗഷാദ് ബായ് ചൊന്തുള്ള വ്യക്തി ഇയാളെ പ്രകാരം ഇങ്ങനെ ഗ്രൂപ്പിലും ഈ ഒരു തബദി ആക്കുന്നതും തക്ഫീറിൻ്റെ വിഷയത്തിലും തബ്ദീറിൻ്റെ വിഷയത്തിലും 2 നിലപാടായിത്തിക്കറ്. നൗഷാദ് ബായ്ക്കുള്ള നിലപാടല്ല എന്നൊരു വ്യക്തിക്കുള്ളത്. 2ഉം നിങ്ങൾ കേൾക്കണം. അവർ നോക്കൂ, നൗഷാദ് ബായ് ചൊല്ലതായ ക്ലിപ്പ് നിങ്ങൾ കേൾക്കാം. ശിർക്ക് ചെയ്താൽ മുശ്രിക്കാവും. എന്നാൽ വ്യക്തിയിലേക്ക് വരുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവനെ തക്ഫീർ ചെയ്യാൻ പറ്റൂല എന്നൊക്കെയാണ് ഫൈസൽ മുസ്ലിയാറിന്റെ ഒക്കെ വാദം. ഇത് ശരിയായി ആരുടെ വാദമാണ്? പിന്നെ മുർജിയാക്കളുടെ വാദമാണിത്. ഈ മുർജിയാക്കളുടെ വാദം ഉള്ളത് കൊണ്ടാണ്. അതേ ഒരു ആശയം എന്താണെന്ന് പല ആൾക്കാരിൽ നിന്നും കാണുന്നുണ്ട്. ഇത് വ്യക്തമായിട്ടുള്ള മനഹജിയായിട്ടുള്ള പിഴവാണ്. സഹോദരന്മാരെ, ഈ ക്ലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കില്ല എന്തൊരു ചൊന്നെങ്കിൽ നൗഷാദ് ബായിയുടെ പ്രಕಾರ കാഫിറാക്കരുത്, അതുപോലെ ബാക്കിയുള്ള മുബത്തദിയാക്കും തബ്ദിയാക്കരുതും തഫ്സീക്കും അതേപോലെ അധികം ഒരു വിഷയം ഷർത്ത് പാലിക്കൊണ്ട് ഇല്ലാ ചൊന്തുള്ള രൂപത്തിലേക്ക് നമുക്ക് ഈ ക്ലിപ്പിൽ മനസ്സിലായത്, ഈ ഒരു പൽക്കത്തിൽ മനസ്സിലായത്. കാരണം അത് പാലിച്ചെന്തായെങ്കിൽ അത് മുർജിയത്ര വാദ എത്തിക്കറ്, ഇർജാവാദ എത്തിക്കറ് ചൊന്ത എത്തിക്കറ് നൗഷാദ് ബായിയുടെ വാറൊപ്പ. സഹോദരന്മാരെ, ഇങ്ങനെ എന്നൊരാളെ നിലപാട് ചൊന്തു പിന്നെ ഞങ്ങളെ നിലപാട് വ്യക്താക്കാം. നോക്കൂ, ഇങ്ങനെ കൂട്ടത്തുള്ളതായ എന്നൊരു വ്യക്തി ഇങ്ങനെ ആൾമാരെ മേൽ ആരോപണ ആക്കിയ ചൊന്തായാൽ പ്രത്യുത്തര ഇത് തണ്ടത് എന്താ എത്തിക്കറി ചൊല്ല. നോക്കൂ, ഇവരുടെ പ്രഭാഷകൻ അത് ഒരുപാട് ഇവരുടെ പ്രഭാഷകരെല്ലാം ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണ്. അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം നമ്മള് തെളിവിന് വേണ്ടിയാണ് ഇത് കേൾപ്പിക്കുന്നത്. നമ്മള് എന്തേലും നിങ്ങൾ ആലോചിക്കും, ഇവർക്ക് ഇങ്ങനെ പറയുമോ, ഇങ്ങനെ കളവ് പറയുമോ എന്ന് നിങ്ങൾക്കൊരു അത്ഭുതം തോന്നരുത്. അതിനുവേണ്ടിയാ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മഞ്ചേരിക്കാർ നമ്മുടെ ടീമുണ്ട്, തുല്ലാബുൽ ഇൽമുകൾ എന്നാണ് അവരെ പറയുന്നത്. അവരുടെ വാദം എന്താണ്? തക്ഫീറിന് ഇഖാമത്തുൽ ഹുജ്ജയും ഇന്തിഫാഉ ശുബഹയും ആവശ്യമില്ല. എന്താ നമ്മൾ പഠിച്ചത്? നമ്മളെല്ലാരും നവാഖിദുൽ ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താ പഠിച്ചത്? തക്ഫീർ മുഅയ്യനായിക്കൊണ്ട് തക്ഫീർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇഖാമത്തുൽ ഹുജ്ജയും വേണം എന്ന് പഠിച്ച കഴിഞ്ഞതില്ല. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് പ്രോഗ്രാം വെച്ചിട്ട് നമുക്കെതിരെ കളവായിട്ട് വാദങ്ങൾ ഉന്നയിക്കുക. എന്താണ്? നമ്മൾ തക്ഫീറിൽ ഇഖാമത്തുൽ ഹുജ്ജയും ഇന്തിഫാഉ ശുബഹയും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ്. അതെല്ലാം ഇർജാഇന്റെ വാദമാണെന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ഈയലെ പ്രകാരം എന്തിന്റെ വാദ അഹ്ലുസ് സുന്നത്തിന് നിലപാട് എത്തിക്കറ് ചൊന്തി ഏത് ഒരാളെ കാഫിറാക്കറ വിഷയത്തിലും അതേപോലെ തബ്ദീയും ബാക്കിയെല്ലാം ഷർത്ത് പാലിക്കൊണ്ട് ചൊന്തുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കേട്ട ക്ലിപ്പ് പ്രಕಾರ പാലിക്കേണ്ട ചൊന്തുള്ള വിഷയം എത്തിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ എന്തായെങ്കിൽ നൗഷാദ് ബായ് ചൊന്നതായി മുർജിയത്ര വാദ ചൊന്തു ഫൈസൽ മുസ്ലിയാർ ವಿಷಯത്തിൽ ಎತ್ತಿಕರಲ್ಲಿ ಬಂದದ್ದು. ಫೈಸಲ್ ಮುಸ್ಲಿಯಾರ್ ವಾದ ಒಟ್ಟು ಇರ್ಜಾ ವಾದ ಐತಿಕರು ಮುರ್ಜಿಯತ್ರ ವಾದ ಮುರ್ಜಿಯತ್ರ അങ്ങനെ വാദ ಐತಿಕರು ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നുകൂടി ഈ മുർജിയത്ര വാദം മനസ്സിലാക്കണം. ഇത് ചിലപ്പോൾ ആൾമാർക്ക് ടൈറ്റായി തോന്നി വിഷയം കൊണ്ട് 3 വട്ടം കേൾക്കും റിപ്പീറ്റ് ആയിട്ട്. എന്താ ಐತಿಕರು വാദ? ഈ വാദത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല അങ്ങനത്തെ പ്രധാനമായിട്ടുള്ള വിഷയ 3 അസ്ൽ ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഇബാദത്തിലെ അസ്ൽ അൽ ഉസൂലു സലാസത്തു ഫിൽ ഇബാദ. ഇബാദത്തുള്ള 3 അസ്ൽ. ഉസൂലു സലാസ പഠിച്ച ആൾമാർ എല്ലാവരും പ്രത്യേകമായിട്ടും ബുക്ക് പെണ്ണെടുത്ത് എഴുതോറും കഴിഞ്ഞ ക്ലാസ്സിൽ 3 അസ്ൽ ചൊന്തിയുണ്ട്. അങ്ങനത്തെ ചൊമ്മ 3 അസ്ലായിട്ട് പഠിക്കുകയില്ല. അങ്ങനത്തെ ചൊമ്മ വിഷയമുണ്ട്. ഇൽമുലാവട്ടോ ഇസ്ബാത്തിലാവട്ടെ അസ്മാവിലാവട്ടോ അഖീദത്തിലാവട്ടോ സലഫിയത്തിലാവട്ടെ അങ്ങനെ പല വിഷയത്തിലുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുള്ളത് ഇബാദത്തിലുള്ളതായ 3 അസ്ൽ. 1 റജാ, 2 ഖൗഫ്, 3 മഹബത്ത്. ഈ 3 ഒട്ടിക്കൂടി തൈത്തിക്കറ് ഞങ്ങളെ ഇബാദത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിച്ചതായി ഇബാദത്താവുന്നു.
ఎందుకు അങ്ങനെ ചൊന്നിയെങ്കിൽ മുർജിയത്രെ ഇർജാ വാദം എന്തിനെ ചൊന്നെങ്കിൽ അങ്ങനെ വാദപ്രಕಾರ നൗഷാദ് ഭായ് മനസ്സിലാക്കിയത് പ്രോബ്ലമേറി എന്തുകൊണ്ട് അങ്ങനെ വാദം എന്തിനെ ചൊന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ಹೊರತ ചൊന്നെಂತಾയെങ്കിൽ ಹೊರತ ಈಮಾನ್ ಕೊಡ್ನೆಂತಾയെങ്കിൽ ಅವನು ಎಂದು ತಪ್ಪಾಕಿಯಂಗೂ ಸಮ ಬೇಜಾರಿಲ್ಲ ಅಂತ ಅವನು ಸ್ವರ್ಗಕ್ಕೆ ಪೋಂಡ ಅಂತ ಅವನು ಎಂದ ಹಾಕಿಯಂಗೂ ಅವನು ಸ್ವರ್ಗಕ್ಕೆ ಆಳೈತಿಕ್ರ ಅಂತ ഈ വാദമാ ഫൈസൽ മുസ്ലിയാർക്കുള്ളത് അല്ലല്ലേ സഹോദരന്മാരെ. അങ്ങനെ എന്തായെങ്കിൽ പിന്നെ എന്ത് കയറ്റിക്കർ അങ്ങനെ ചൊന്നത്? അപ്പോൾ അവിടെ മനസ്സിലാക്കാവരെ ഇബാദത്തിൻ്റെ അടിസ്ഥാനം അസ്ലേ പിടിയില്ലാത്തൊരവസ്ഥ എത്തിക്കർ നടന്നത്. മുർജിയാക്കന്മാരെ വാദാവട്ട് അങ്ങനത്തെ പ്രതീക്ഷ എത്തിക്കറ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നമായി പിന്നെ പ്രതീക്ഷ എത്തിക്കറ് എന്താക്കിയെങ്കും നടക്കുന്നത് സ്വർഗത്ത് കയറ്റിക്കറുന്നത്. അത് തീരല്ലേ സഹോദരന്മാരെ. ഈ ഇബാദത്ത് അസ്ലെല്ലാം ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ വിശാലമായിട്ട് വിശദീകരിക്കുന്നത് എത്തിക്കറി. ഇപ്പോൾ അതിൽ അല്ലാത്ത കൊണ്ട് അതിൽ വിശദീകരിക്കപ്പോണ്ടില്ല. അപ്പോൾ ഇത് എത്തിക്കറി നിങ്ങൾക്ക് മനസ്സിലാക്കില്ല അങ്ങനത്തെ ഒരു വിഷയം. അതുകൊണ്ട് ഈ വാദ അപകട എത്തിക്കറി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ആയെങ്കിലും പ്രധാനമായിട്ട് കേൾക്കുള്ളത് ഈ കൗമെല്ലാം ഈ ആൾമാരെല്ലാം അങ്ങ് അപ്പങ്ങനെ വാദം ചേഞ്ചാക്കി വയ്ക്കറങ്ങ് എത്തിക്കറ. അപ്പോൾ നൗഷാദ് ഭായി ചേഞ്ച് ആക്കിയില്ല നിങ്ങൾക്ക് ഇവിടെ ഇല്ലല്ലേ. അപ്പോൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്തിക്കും അങ്ങനെ വാദം ചേഞ്ച് ആയിരിക്കും. ആയെങ്കിലും ഞങ്ങൾക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചില പേരെടുത്ത് ചൊല്ല. കാരണം തയ്യനാക്കിയിട്ട് ഞാൻ തബതി ആക്കി ആൾമാരെ എത്തിക്കാറ് ഇപ്പം എന്തൊരു നിലപാട് നിങ്ങൾക്ക് ഇവിടെ ഇല്ലല്ലേ. അതുകൊണ്ടെത്തു ഉദാഹരണം ഹുസൈൻ സലഫി ഇയാൾ ബിദഇ അല്ലാ ചൊന്തും മൻഹജിൽ സമോണ്ട് ചൊന്തും അഖീദത്തിൽ സമോണ്ട് ചൊന്തും നിങ്ങൾ അംഗീകരിക്കാറാ. രണ്ട് ഫൈസൽ മുസ്ലിയാരും നിങ്ങൾ അതേപോലെ അംഗീകരിക്കാറാ. അതേപോലെ അബ്ദുൽ മാലിക് സലഫിനും നിങ്ങൾ അതേപോലെ അംഗീകരിക്കാറാ. ഹംസ മദീനും ഷമീർ മദീനും അബ്ദുൽ ജബ്ബാർ മദീനും ജബ്ബാർ മൗലവീരും അതേപോലത്തെ യാസിർ ബിൻ ഹംസ ഇങ്ങനെ എല്ലാവരും നിങ്ങൾ മൻഹജിലും അഖീദത്തിലും സമൂലതായി ബിദഇ അല്ലാ ചൊന്തു നിങ്ങൾ ഒക്കുറാറാ. കാരണം നിങ്ങൾ ഒക്കില്ലാന്തായെങ്കിൽ നിങ്ങൾ വാദം ചേഞ്ച് ആക്കിയിരുന്നായെങ്കിൽ നിങ്ങൾ വാദം ചേഞ്ച് ആക്കിയ ആളെന്തായെങ്കിൽ അപ്പോൾ ഷർത്ത് നിങ്ങൾ നോക്കണ്ടേ, മവാനിയൊന്നും തടസ്സ നീങ്ങിരാ നോക്കണ്ടേ. അത് നോക്കാത്ത നിങ്ങൾ ഒരാളെ ബിദഇയാക്കിയമാ നിങ്ങൾ വ്യക്തമാക്കണം. കാരണം നിങ്ങൾക്കൊരു നിലപാടുണ്ട്. ഒന്നാമത്തെ ടീമിനെ കാട്ടി നക്ക് റാഹത്തിലും ചന്തത്തിൽ പലക്കോരെ കൊസ്യവരെ ചെന്നെങ്കിൽ നിങ്ങൾക്കൊരു നിലപാടുണ്ട്. നിങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ് ഇത്തോർ വിഷയം അരിപ്പാട്ടാറ് അങ്ങനത്തെ ഇതിൽ നിങ്ങൾ ഒരു നിലപാട് ചൊല്ലണം സഹോദരന്മാരെ. ബാക്കി ആൾമാർ തീരുമാനിക്കൂ. നിങ്ങളെ ഹക്കും ബാത്തിലും അഹ്ലുസുന്നത്തെ നിലപാടും നിങ്ങളെ നിലപാടും മുന്നോട്ട് വെച്ച് എന്തായെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ മനസ്സിലാവല്ലേ ഏത് ഹക്ക് ചൊന്തും അതങ്ങ് സ്വീകരിക്കുവാൻ. ഒന്നാമത്തെ ടീം അങ്ങനല്ല. അങ്ങനെ നിലപാടേ മുന്നോട്ട് വെച്ച് വന്നില്ല. ശരിയായിട്ടുള്ള ദാവത്തിലെത്തിക്കറങ്ങ് ഇപ്പോൾ തോന്നുമില്ലേ 10 വർഷമായിട്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾ ഇൻഷാ അല്ലാ നൗഷാദ് ഭായിയുടെ പ്രത്യേകമായിട്ടുള്ള ചില വോയിസ് ക്ലിപ്പുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നിലപാട് ഒന്നുകൂടി നിങ്ങൾ അറിയണായ ചില വിഷയമുണ്ട്. നോക്കൂ നൗഷാദ് ഭായി ചൊല്ലുന്ന അങ്ങനത്തെ വിഷയം ഈ ക്ലിപ്പ് നിങ്ങൾ കേൾക്കൂ. ഞാൻ പറഞ്ഞല്ലോ ഹസൻ അൽ ബന്ന ഉണ്ടാക്കിയിട്ടുള്ള ഇഖ്വാൻ മുഫ്ലിസൂൻ എന്ന് പറയുന്ന ഇഖ്വാൻ അൽ മുസ്ലിമൂൻ എന്ന സംഘടനയെ രൂപീകരിച്ചത് ഹസനുൽ ബന്ന. ഹസനുൽ ബന്ന പറഞ്ഞൊരു കായികയുണ്ട്. എന്താ കായിക? നതആവനു ഫീമ ഇത്തഫഖനാ അലൈഹി. നമ്മൾ പരസ്പരം എന്ത് ചെയ്യും? നമ്മൾ പരസ്പരം നമ്മൾ യോജിക്കുന്ന കാര്യത്തിൽ സഹായിക്കും. അങ്ങനെ പരസ്പരം ഞങ്ങൾക്ക് യോജിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് സഹായിക്കാം. വനുഅദ്ദിറു ബഅദുനാ ബഅദാ ഫീമ ഇഖ്തലഫനാ ഫീഹി. നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ നമുക്കെന്ത് ചെയ്യാം? നമുക്ക് യോജിച്ച് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാം. എന്താവാം? അവർക്ക് മാപ്പ് കൊടുക്കാം. നമ്മൾ പരസ്പരം എന്താവാം? അത് വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ യോജിക്കുന്ന മേഖലയിലെല്ലാം യോജിച്ച് ഒന്നിച്ച് നിന്നിട്ട് പ്രവർത്തിക്കാമെന്നാണ് ഹസൻ ബന്നര വിഷയത്തിലെ ഇത്തിക്കറ് നൗഷാദ് ഭായി ചൊന്നോല്ലേ. അപ്പോൾ ഹസൻ ബന്നര വാദം എന്തിനെ ചൊന്തു നൗഷാദ് ഭായി നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നത്. ഈ ഹസൻ ബന്ന ചൊന്തുള്ള ആളെ വാദ ഇഖ്വാനിമാരെ വാദ സാധാരണ നിങ്ങൾക്ക് പിടിയുള്ള വാദമേ. അങ്ങനെ ഇടയിൽ എന്തെങ്കിലും എന്താക്കിക്കൊണ്ടാറ് വല്ല വിഷയമില്ലാക്കി ഒന്ന് പോകേണ്ടത്. ഓക്കെ, പല വിഷയത്തിലും ഒത്തിയത് പോകേണ്ടതായി ഈ സ്വഭാവം. ഈ നൗഷാദ് ഭായി ചൊന്ന അതേ വിഷയം ഞാൻ എക്സ്ട്രാ ഒന്നും കൂട്ടുള്ളത് എക്സ്ട്രാ ഒന്നും ചൊല്ല പോണില്ല. ഇയാൾ ചൊന്ന് ആ വിഷയമേ നിങ്ങൾ മനസ്സിലാക്കിയ മയ്യാവും. അത് അഡീഷണലി ഇതൊന്നും ആഡാക്കുക പോണ്ടില്ല. നൻ്റെ ബഗ്യ ഒരു പ്രത്യേകമായിട്ടുള്ളേ ഒരു ഇതും ഞാൻ ചൊല്ലില്ല. ആ ഇങ്ങ നോക്കോറു ഈ ചൊന്ന വാദപ്രಕಾರ ഒന്നാമത്തെ വിഷയം ನೆನಪಿക്കട്ട് ഇയാൾ ചൊന്ന ഈ വിഷയം. രണ്ടാമത്തെ ഈ ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കോറു. അസിൽ എന്താ? ഒരുത്തന്റെ ബിദ്അത്ത് അല്ലെങ്കിൽ ഒരുത്തന്റെ തെറ്റ് അവന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷവും അവൻ ആ തെറ്റ് ഒഴിവാക്കാതെ അതിൽ അടിയുറച്ച് നിൽക്കുന്നുവെങ്കിൽ അവനെ ഹജ്ർ ചെയ്യണം.
ബിദഅത്തിന്റെ വിഷയം ഒರ್ತക്ക് വ്യക്തമായി ചൊന്നൽ പിന്നെ അവൻ അതിനെ സ്വീകരിച്ചില്ല എന്തെങ്കിൽ അവൻ്റെ മേലെ ഹജറാക്കണം ചൊന്തൈത്തിക്കർ നൗഷാദ് ഭായി ചൊന്നത്. അപ്പോൾ 2 ക്ലിപ്പും നിങ്ങൾ കേട്ടാൽ ഈ 2 ക്ലിപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലപാട് വ്യക്തമായിട്ടല്ലേ, ഇത് പക്ക നിലപാട് അങ്ങനെ ഇത് അവ നിങ്ങൾ മനസ്സിലാക്കിയാറല്ലേ. ഇനി നിങ്ങളൊട്ടിക ചില വിഷയം കേൾക്കണം. അതിൽ ചൊല്ല് കാണാം മൻഹജ് സമില്ല ചൊന്തുള്ള ആരോപണലാക്കരല്ലേ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മൻഹജ് നോക്കാം. ഇയാൾ വെച്ച് ഇതേ കായിദ ഇതേ ഹസൻ ബന്നരെ പൽക്ക വെച്ചിട്ടേ ഇയാൾ ചൊന്നത് നിങ്ങൾ എന്ത് എക്സ്ട്രാ ആടാക്കും പോണില്ല. ഇയാൾ ചൊന്ന അതേ പോയിന്റിൽ വെച്ച് നിങ്ങൾ പൽക്ക പറയാം. ഒർത്തക്ക് തപ്പുര വ്യക്തമായിട്ട് കൊടുത്താൽ പിന്നെ അവൻ അതിനെ സ്വീകരിക്കില്ല തായെങ്കിൽ അതിനെ വിട്ടു നിൽക്കില്ല തായെങ്കിൽ അവൻ്റെ മേലെ ഹജറാക്കണം ചൊന്നില്ല. ഇത് വാദ ഇന്നെന്തായെങ്കിൽ നൗഷാദ് ഭായിരൊട്ടി കേൾക്കുമല്ലത് നിങ്ങൾ വീഡിയോ എടുക്കരുത് ഹറാമു ചൊന്തൈത്തിക്കർ കാണ്ടത്. അത് നിങ്ങൾക്ക് പലവട്ടം നിങ്ങളെ ക്ലാസ്സസിൽ കേട്ടതൈത്തിക്കർ ഹവർ ആൽമാർ ചൊന്തും ദഅവത്ത് വേണ്ടിയിട്ട് വീഡിയോ യൂസാക്കരുത് അപകടമെല്ലാം നിങ്ങൾ പല ക്ലാസ്സിലായിട്ട് നിങ്ങളെ കേട്ടതൈത്തിക്കർ. നിങ്ങൾ വാദ ഇപ്പം നിലനിന്നിട്ട് സഡൻ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പടിയില്ല. ആയെങ്കും ഇത്രത്തോളം അതിലുള്ളതൈത്തിക്കർ നിങ്ങൾക്ക് കാണ്ടത് വീഡിയോ എടുക്കുന്നത് ഹറാമൈത്തിക്കർ ചൊന്തുള്ള നിലപാട്. നിങ്ങളെ കൂട്ടത്തിലുള്ളതായ ഹിദായത്ത് വീരക്കമ്പ ചൊന്തുള്ള ആൾ നിങ്ങളെ കൂട്ടത്തിലുള്ള ആ വ്യക്തി അയലാക്കിയ തപ്പുരെ വീഡിയോയുടെ വിഷയത്തിൽ അയലെ നിലപാട് നോക്കറും അയൽ ഇത് നിങ്ങൾക്ക് കാണ്ട അയലെ പോസ്റ്റോ അയൽ ഷെയർ ആക്കിയത് എന്തിനാ നോക്കറും. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ മനസ്സിലായിട്ട് അയാൾ ഷെയർ ആക്കിയൊന്നുണ്ട് വീഡിയോ. നിങ്ങളെ കൂട്ടത്തിലുള്ള വ്യക്തി വീഡിയോ ഷെയർ ആക്കിയൊന്നുണ്ടോ. നിങ്ങളെ കൂട്ടത്തിലുള്ളതായ ഈ വ്യക്തി നിങ്ങൾ ബാത്തിൽ ചൊന്നെങ്ങനത്തെ ടീമറുത് ഷെയർ ആക്കിയൊന്നുണ്ടു. ഭാര്യ ആശ്ചര്യ ഇയാൾ ഷെയർ ആക്കിയോണ്ട് നിയാഫിൻ ഖാലിദിനും മൊഹസിൻ ടീമറതും ഹംറ അസറുദും ഇപ്പുറത്ത് ഷംസുദ്ദീൻ പാലത്തിനും അങ്ങനെ 2 പരസ്പര ശത്രുത്വമുള്ള ടീം എത്തിക്കറ് ആയെങ്കിൽ അങ്ങനത്തും ഷെയർ ആക്കിയോണ്ടു അതിരൊട്ടികമേ എല്ലാ ടീമറുതും എന്തെല്ലാം ഉണ്ടാ എല്ലാ ടീമറേയും സംഘടന വിട്ടത് ബാക്കി എല്ലാത്തരം ഷെയർ ആക്കിയോണ്ടു ആയെങ്കിൽ ഇങ്ങോട്ട് പരസ്പരം നിങ്ങൾക്ക് ബാത്തിലായിട്ടുള്ള ആൾമാരെ എത്തിക്കാറ് പരസ്പരം തബ്ദിയാക്കറ ആൾമാരെ എത്തിക്കാറ് എന്നിട്ട് ഇയാൾ ഷെയർ ആക്കിയോണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ എന്ത് പരിഗണിച്ചാറ്? നിങ്ങൾ ഹജറാക്കിയാറാ ഓടെ ഹജറാക്കിയത് നിങ്ങൾ അതിൽ ചൊല്ലറു. അപ്പം നിങ്ങൾ ചൊന്നൂല്ല ഹസൻ ബന്നര വാദത്തിൽ കായിദത്തിൽ ഇപ്പം നിങ്ങളെ ഉള്ളേ നിങ്ങൾ ചൊന്ന ആദിലെ നിങ്ങമേ ഉള്ളാറ് ഹജറാക്കിയാറ അയാളെ വിഷയത്തിൽ ആക്കും ചൊല്ലറു. നിങ്ങൾ വ്യക്തമാക്കി ചൊല്ലറുതാ ഈ വ്യക്തി ഞങ്ങളെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമരെ പോലെ ജീവിച്ചോന്നുള്ളതായ ഈ വ്യക്തിയുടെ വിഷയത്തിൽ ഞങ്ങൾ ഈ നിലപാടെടുത്തറാ ധൈര്യത്തിൽ ചൊല്ലറും ഇല്ലാത്ത അപകടം എത്തിക്കരുത്. അതുപോലെ ഈ വ്യക്തിയുടെ വിഷയത്തിൽ നോക്കൂ നിങ്ങളെ ശക്തമായിട്ട് എതിർക്കരുതായ സലാഹുദ്ദീൻ്റെ ടീം സലാഹുദ്ദീൻ ചൊന്തുല്ല അങ്ങ് റീസെൻ്റായിട്ട് അങ്ങനെ ഷേഖറെ വായിസ് ക്ലിപ്പ് മുക്കാർ അങ്ങ് ഉദ്ഘാടന ആക്കിയാർ പല്ലിരെ ഷേഖ് അറഫാത്ത് അയാളാവട്ടു നിങ്ങൾ അംഗീകരിക്കരുതായ ഷേഖ് ആയിട്ടുള്ള ഹജൂരിനെ ശക്തമായിട്ട് എതിർത്ത ആളെത്തിക്കരുത്. ഹജൂരിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ദഅവത്തിൽ വസായിലു ദഅവത്തിൽ ഖത സംഭവിച്ചിരിച്ചു ആരോപിച്ച് ആളെത്തിക്കരം. എന്നിട്ട് അങ്ങനത്തെ വ്യക്തിയൊട്ടിക ഈ ഹിദായത്ത് വീരക്കമ്മബായി ഉണ്ടാക്കിക്കൊണ്ട് സഹകരിച്ചു വന്നിട്ടുണ്ട്. അയാൾ ഉസ്താദ് ചൊന്നു വന്നിട്ടുണ്ട്. അങ്ങ് മനഹജുലും അക്കീദത്തിലും സമൂലാറും ചൊന്തു ബാത്തിൽ അല്ലാ ചൊന്തു അംഗീകരിച്ചു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാക്കിയത് നിങ്ങൾ ഈ പോയിന്റ് ഈ കായിദ ഹസൻ ബന്നരെ വിഷയം വെച്ചിട്ട് എന്തുകൊണ്ടത്തെ നിങ്ങൾ അയാളെ ഹജറാക്കാത്തേയും തപ്പല്ല നിങ്ങൾ ആക്കിയത് മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല ഇനി അങ്ങനത്തെ ഷേഖ് സ്വാലി അൽ ഫൗസാൻ ഹഫിദുള്ള അയാൾ വീഡിയോയിൽ പണ്ട് വീഡിയോ മാത്രമാണ് നിങ്ങൾക്ക് കാണുക സാധ്യമാവൂ. അയാൾ നടന്നു പോകേണ്ടതും എത്ര ഫോട്ടോകളുണ്ട് ഇങ്ങനെ 2 ഷേഖ്മാർ നടന്നു പോകേണ്ടത് സ്പീച്ച് മാത്രമല്ല പല വീഡിയോസുണ്ട്. അപ്പം തപ്പു ചൊന്തു നിങ്ങൾ അയാൾക്ക് പിടിയില്ല ചൊല്ലരമ ഗൊന്തിന്തും അയാൾ എടുത്തിട്ട് ചൊന്തല്ലേ നിങ്ങളെ പ്രകാരാവൂരേ അങ്ങനെ തേങ്ങ അയാളെ ഹജറാക്കിയാറാ നിങ്ങൾ അയാളെ വിട്ടാറാ അയാളെ ബാത്തിൽ ചൊന്നാറാ അയാളെ തപതിയാക്കിയാറാ ആക്കോറും എന്തുകൊണ്ടാക്കിയോ ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയത്തിൽ നിങ്ങൾ നിലപാട് വ്യക്തമാക്കണമല്ലേ. ഇതാക്കാത്തത് എത്തിക്കട്ട് നിങ്ങളൊട്ടുള്ള പ്രോബ്ലം. ഇനി എന്നൊരു വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളത് നൗഷാദ് ഭായി ചൊന്നെങ്ങനത്തെ ഒരു പൽക്ക ക്ലിപ്പ് കേൾക്കും. നമ്മൾ പറയും എല്ലാ സംഘടന ഒഴിവാക്ക്, ഈ സംഘടന നമുക്ക് വേണ്ട. നമ്മൾ പറയുന്നതാണ് ഇങ്ങനത്തെ സംഘടന നമുക്ക് വേണ്ട, നമ്മൾക്ക് ഖുർആന്റെയും സുന്നത്തിന്റെയും ഇതിലേൽ ചൊന്നത് സംഘടന ബുടോನು ചൊಂತುള്ള ರೂಪത്തിൽ ಸಂಘಟನ ವಿರೋಧ ಸಂಘಟನ ಚೊಂದಿಂಗ್ ಫಿತ್ತನ ಐತಿಕರ ಸಂಘಟನ ಇನ್ನಂಗೆ ಐತಿಕರ ಎಲ್ಲ ಫಸಾದ ಅವರ ರೂಪದಲ್ಲಿ ಐತಿಕರ ಈ ಪಲ್ಕ ಅಲ್ಲೇ. ಇനി സലാഹുദ്ദീൻ്റെ പൽക്ക കേൾക്കോറും
ഒന്നാവൻ മുസ്ലിം സംഘടന ഒന്നാവുകല്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനത്തെ ഒരു ആജ്ഞ ഞങ്ങൾക്ക് ആക്കിയതില്ല. സംഘടന മുസ്ലിം ഉമ്മത്തിനെ ഡിവൈഡ് ആക്കിയത് എല്ലാ കാലത്തിലും എല്ലാ ടൈമിലും സംഘടന എത്തിക്കറ് മുസ്ലിം ഉമ്മത്തിനെ ഡിവൈഡ് ആക്കിയത്. ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് ഒന്നാവൻ. അത് എങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായത് സംഘടനാ വിരോധ ഐത്തിക്കർ ഇങ്ങ യൂണിറ്റിയുടെ വിഷയത്തിൽ ഐത്തിക്കർ സ്പീച്ച് ആക്കിയുള്ളത് അതിൽ നിങ്ങൾക്ക് കാണേണ്ടത് സംഘടന വിടണം. സംഘടന വിട്ടെങ്കിൽ പ്രോബ്ലം സോൾവ് ആവും. ഇതേ ഐത്തിക്കർ ഈ 2 ക്ലാസ്സിൽ കണ്ട് ഇതല്ലാത്ത മൊഹ്സൻ ടീമിൽ ഇതേ വാദ ഐത്തിക്കർ അങ്ങ് മൊഹ്സൻ ടീമും ശംസുദ്ദീൻ പാലത്ത് ടീമും അതേപോലെ ഈ ഹിദായത്ത് വീരക്കമ്പവായ ടീമും ഇങ്ങെല്ലാവരും വാദ ഐത്തിക്കർ സംഘടന വിടണം എന്നിട്ട് ഇങ്ങാവട്ടു 4-5 പീസ് ഐത്തുള്ളാർ സംഘടന വിട്ടു തിങ്ങ ഒന്നൈത്തുള്ളാറ സലാഹുദ്ദീൻ ടീമും നൗഷാദ് ടീമും ഹിദായത്ത് ടീമും അതേപോലെ തർബിയ ആവട്ടു അതല്ലെങ്കിൽ മൊഹ്സിൻ ടീമാവട്ടു അല്ലെങ്കിൽ ശംസുദ്ദീൻ ടീമാവട്ടു എല്ലാം സംഘടന വിട്ടുത്ത് ഉല്ലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചിന്ന ഭിന്നമായിട്ടുള്ളാർ. അപ്പോൾ നിങ്ങൾ സംഘടന ഇന്ന ആൾമാരെ സംഘടന വിട്ടെന്തായെന്ന് ഒന്നാവാ ചൊന്ന് എങ്ങനെ ചൊല്ലേ തപ്പല്ലേ നിങ്ങൾ ചൊന്നുമില്ല നിങ്ങൾ എന്തിനു ചൊന്നുമില്ലേ നിങ്ങൾക്കേ പിടിയായത്തില്ല നിങ്ങൾ ചൊന്നുമില്ല പൽക്ക അതുകൊണ്ട് മനസ്സിലാക്കറോ എന്നൊരു പൽക്ക നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആൾമാർ ചൊന്ന് നിങ്ങളെല്ലാം വാദിക്കാർ ഇസ്ലാം നിങ്ങൾക്ക് പടപ്പാട്ടെ അഹ്ലുസുന്നത്തിലെ ഖസായിസ് പടപ്പാട്ട് ഉലമാക്കന്മാർ ചൊന്ന് ഇന്നല്ലാഹ തആല അസമഹും മിൻ തക്ഫീരി ബഅദിഹിം ബഅദ് പരസ്പര തക്ഫീറാക്കരുതെന്ന് അല്ലാഹു അങ്ങനെ സംരക്ഷണാക്കി ആരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആൾമാരെ നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആൾമാറാ. അത് മാത്രമല്ല വതബ്ദീഇ വതഫ്സീഖി ബഅദിഹിം ലിബഅദ് പരസ്പര തബ്ദീ ആക്കരുതും പരസ്പര തഫ്സീഖ് ആക്കരുതും ആരോപിക്കരുതും ഫാസിഖ് ചൊല്ലതും ഇതിൽ നിന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാഹു സംരക്ഷിച്ചു. അതായത് അഹ്ലുസുന്നത്ത് ആൾമാർ അങ്ങനെ ആക്കില്ല. പക്ഷെ നിങ്ങൾ ആക്കിയുള്ളാർ പരസ്പര ബാത്തിലാക്കിയുള്ളാർ പരസ്പര തബ്ദീ ആക്കിയുള്ളാർ നിങ്ങൾക്ക് ചൊല്ലാൻ സാധ്യത. മൊഹ്സിൻ ടീം സമുണ്ട് ചൊന്തു മൊഹ്സിൻ ടീം ഹക്കുലുണ്ട് മൻഹജിലും അക്കീദ സമുണ്ട് ചൊല്ലാൻ സാധ്യത. ശംസുദ്ദീൻ പാലത്തിൻ്റെ ടീം സമുണ്ട് ചൊല്ലാൻ സാധ്യത. സലാഹുദ്ദീൻ ടീം സമുണ്ട് ചൊല്ലാൻ സാധ്യത. അല്ലെങ്കിൽ തർബിയ സമുണ്ട് ചൊല്ലാൻ സാധ്യത. പക്ഷേ ഇങ്ങനെല്ലാവരും സമുണ്ട് ചൊന്നുള്ളതായ ഹിദായത്ത് വീരക്കമ്പരെ നിങ്ങൾ സ്വീകരിച്ചാർ നല്ല കോമഡി എത്തിക്കരുത്. ഹിദായത്ത് വീരക്കമ്പ നിങ്ങൾക്ക് സമുണ്ട് നിങ്ങൾ ഹജറാക്കാൻ തിക്കരുത്. നിങ്ങളെ വാദപ്രകാരം നൗഷാദ് ബായ് ഹസനുൽ ബന്നരെ വാദത്തിൽ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ഒക്കെ അല്ലേ ഒന്ന് സംശോധിക്കണം. വിഷയത്തിക്കർ പ്രത്യേകമായിട്ടും നിങ്ങൾക്ക് ചൊല്ലുകൊള്ളത്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണത് ഇനി പ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തിക്കർ സഹോദരന്മാരെ ഈ ഫോട്ടോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചൊന്ന എനിക്ക് ഹറാമൈത്തിക്കർ അയങ്ക ഷെയ്ഖ് സാലിൽ ഫൗസാൻ്റെ നിങ്ങൾ നോക്കിയാൽ അതേപോലെ നോക്കൂ ഈ ഇങ്ങനെ കൊട്ടിയുള്ളതായ യഹിയബായിരെ ഒരു പോസ്റ്റ് നോക്കൂ. ഈ പോസ്റ്റിൽ അതിൽ ഇട്ടത് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി ഫത്വ ഐത്തിക്കർ വീഡിയോ അതിൽ വിരോധിച്ചിട്ടുള്ള ഫത്വ ഐത്തിക്കർ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ಗೊತ್ತಾയത് അല്ലേ. അങ്ങനെ എന്തായെങ്കിൽ നോക്കൂ ഇനൊരു ഭാഗത്ത് ഇനൊരു ദമ്മാജി ടീം നോക്കൂ ഹംറാസ് ചൊന്തുള്ള വ്യക്തി ശക്തമായിട്ട് വീഡിയോ എതിർത്തോ ഇന്നങ്ങനത്തെ ഒരു കാലത്തിൽ എനിക്ക് ഹറാമായിട്ട് ഇന്ന സംഭവം ഐത്തിക്കർ ഇപ്പം സഡൻ ഹലാലായപ്പോൾ ഇയാൾക്ക് വേണ്ടതായ ഫത്വ നോക്കൂ. ഈ ക്ലിപ്പ് കേൾക്കൂ. എപ്പോഴാണ് അത്തരത്തിലുള്ള ദറൂറത്തുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ് അല്ല അത് ഹലാലാകാണ്. അതുപോലെ നമുക്ക് സമാനമായ മഹാന്മാരായ പണ്ഡിതന്മാർ അത്തരം അഭിപ്രായങ്ങൾ സ്വീകരിച്ച് കാണാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫി പാടില്ല അത് ആവശ്യമേ ഇല്ല എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ വലിയ മസ്ലഹത്തുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് തൗഹീദും സുന്നത്തും ഒക്കെ എത്താൻ ഇതൊരു മാധ്യമമായി മാറുന്നുണ്ട്. ഞാൻ നേരത്തെ ഇത് ഹറാമായി കണ്ടതാണ്. സഹോദരന്മാർ എന്താ തിക്കർ ഇതേ ഇബ്നു ബാസ് റഹിമഹുള്ളാഹിക്ക് ഫത്വ വെച്ചത് തിക്കർ ഇവിടെ ഇങ്ങ വീഡിയോ ഫോട്ടോ ഹറാമാക്കുക കൊടുക്കുന്നത് ഇപ്പുറത്ത് ഒരു കാലത്ത് ഹറാമിന്നത് ഹലാലാക്കു വേണ്ടിയിട്ടും ഇതേ ഷേഖ് റുജു അയ്യ ചൊന്ത തിക്കർ ഫത്വ കൊടുന്നുള്ളത് തിക്കർ ഇങ്ങനെ നിലപാട് ഇങ്ങൾക്ക് അപ്പപ്പോൾ ടൈം ഇഷ്ടം വന്നപ്പോൾ ഇങ്ങനെ ചേഞ്ച് ആക്കി വെക്കുന്നത് എത്തിക്കർ ഞങ്ങൾക്ക് കാണണ്ടേ ഇതേ എത്തിക്കർ ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല. ഇങ്ങനെ ടീമിൽ പല ആൾമാരുണ്ട് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അത് എനിക്ക് നോക്കുരപ്പ ഹറാമായി എത്തിക്കർ ചന്ത നോക്കിയാറ് എന്നിട്ടും ഹറാമ് ചൊല്ലാറ് വീഡിയോ നോക്കിയാറ് ഹറാമ് ചൊല്ലാറ് എന്നിട്ട് ആ വീഡിയോയെ ബ്ലറാക്കി എന്താ എനിക്ക് ഹലാലായത് പിന്നെ ഫുള്ള് ഷെയർ ആക്കാറ്. ഇതേത് കായിക അതായത് ഹറാമായ വസ്തുരെ ബ്ലറാക്കിയതോടുകൂടി ഹലാലായിട്ട് നൻ്റെ ഫോട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നടന്നത് നൻ്റെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ ഫോട്ടോ ഇത്ത് അപ്പോൾ എനിക്ക് ഹറാമൈത്തുണ്ടത് നൻ്റെ വീഡിയോ നോക്കിയാൽ അത് ഹറാമൈത്തില്ല എനിക്ക് ഹറാമൈത്തുണ്ട് ആ സന്ദർഭത്തിൽ വീഡിയോ നോക്കി വയ്ക്കുമ്പോൾ ഹറാമൈത്തിക്കർ ഹറാമാക്കിയുള്ളവർ ചൊല്ലാം എന്നിട്ട് തൻ്റെ അതൊരു സ്ക്രീൻഷോട്ട് എടുത്താറ് അതായത് ഫോട്ടോ എടുത്താറ് ആ ഫോട്ടോ
അതും ഹറാമൈത്തിക്കൽ. ആ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഒരു പോസ്റ്ററിൽ വെച്ചിട്ട് എൻ്റെ മുഖത്തിനെ ബ്ലറാക്കിയാറ്. ആ ബ്ലറാക്കിയാൽ പിന്നെ ഫുള്ള് ഷെയറിങ്. ഫോട്ടോ ഹലാലായിത്താ? എന്തൊരു ഈസി മെത്തേഡല്ലപ്പാ ഹറാമുറ ഹലാലാക്കൂ. ഇത് പുതിയ മെത്തേഡല്ലപ്പാ. എന്ത് സഹോദരന്മാരെ, ഏത് ദീന എത്തിക്കർ നിങ്ങളെ ചൊന്ത് മനസ്സിലാക്കൂ. അള്ളാഹുര ദീനിത് ഇങ്ങനെ കലി തമാശ ആക്കണ്ട ചൊന്ത എത്തിക്കർ പ്രത്യേകമായിട്ടും നിങ്ങളുടെ നസിയത്താക്കൂല്ലേ. അള്ളാഹുര ദീനിൻ്റെ നല്ല രൂപത്തിൽ മനസ്സിലാക്കൂ. പല രൂപത്തിൽ ഫിത്ന ഉണ്ട്, അതൊന്നും ചൊല്ലുക ടൈമില്ല, വിശാലമായിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് ഇത്ര മാത്രം ചൊന്ത എത്തിക്കർ നിപ്പാട്ടരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എല്ലാവർക്കും അള്ളാഹുര ദീൻ നല്ല രൂപത്തിൽ മനസ്സിലാക്കൂല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കില്ല അങ്ങനത്തെ ചില ഫിത്നത്തെ ആൾമാരുണ്ട്. അങ്ങനെ വിഷയത്തിൽ ഇൻഷാ അള്ളാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കാം. പ്രത്യേകമായിട്ടും ഇങ്ങനെ കൂട്ടത്തിൽ ഒഞ്ചി തെച്ചിതില്ലായി ഒരു ജമാഅത്തെ ഇസ്ലാമിനെ പോലെ ജീവിക്കുന്നതായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വിഷയത്തിൽ രണ്ട് ടീമും ഒരു നിലപാട് എടുക്കില്ല ಅಂತಾയെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകേണ്ടതും ഹസൻ ബണ്ണരെ റൂട്ടിലുള്ളതുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഷർറിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിട്ട് ഈമാനോടുകൂടി ജീവിച്ചിട്ട് ഈമാനോടുകൂടി മരിക്കുകയുള്ള തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.